അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിക്കകത്തുള്ള സ്റ്റുഡൻസ് ക്യാൻറ്റീനിലേക്ക് വേണ്ടി കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക. ഇത് എൻ്റെ പിറമിക്കുന്ന രണ്ടുപേരും എന്തോ വലിയ ആഭ്യന്തര ചർച്ചയിലാണ്. ഞാനൊന്നും മെയിൻ ചെയ്യാൻ പോയില്ല. വേറൊന്നുമല്ല കേട്ടോ, നാളത്തേക്ക് വേണ്ടി എന്തൊക്കെ മേടിക്കണം എന്നുള്ള ചർച്ചയിലാണ് രണ്ടുപേരും. ഒടുവിൽ അവരൊരു തീരുമാനത്തിൽ എത്തിയെന്ന് തോന്നുന്നു. പിന്നെ എന്നോട് വണ്ടി എടുക്കാൻ പറഞ്ഞു. ദേ ഈ കാണുന്നതാണ് നമ്മുടെ ശകടം. സൺഡേ ആയതുകൊണ്ട് തന്നെ ക്യാമ്പസിൻ്റെ അകത്ത് വലിയ തിരക്കൊന്നുമില്ല. അപ്പോഴാണ് തുറങ്ങിയിരുന്നവൻ പറഞ്ഞത് അവന് മുടി വെട്ടിക്കാൻ പോകണം. അത് ഈ അടുത്തുള്ള കടയിലെങ്കിലും പോയാൽ പറ്റത്തില്ല, അവൻ്റെ സ്വന്തം നാട്ടിൽ പോയി മുടി വെട്ടിയാലേ ശരിയാവത്തുള്ളൂ. അങ്ങനെ യൂണിവേഴ്സിറ്റി കിടന്ന് എന്നെയും വിളിച്ച് അവൻ നേരെ കൊണ്ടുപോയി താഴത്തങ്ങാടി. എന്നിട്ട് അവിടെ നിന്ന് മുടി വെട്ടുന്നതാണ് ഈ കാണുന്നത്. അങ്ങനെ താടിയും മുടിയൊക്കെ ചെത്തി എനിക്ക് ചെറുക്കൻ കുട്ടപ്പനായിട്ട് പുറത്തു വന്നു കേട്ടോ. ആഹാ എന്താ ഭംഗി, ക്യൂട്ട്നസ് ഓവർലോഡഡ്. ഇവൻ്റെ ഈ സ്വാഗും സ്ലോ മോഷനുള്ള നടത്തമൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ വണ്ടി എടുത്ത് അതിൻ്റെ ഫ്രണ്ടും പൊക്കി 100-110 പോകുന്നു. 28 വയസ്സായി, ഇപ്പോഴും അവന് വണ്ടി ഓടിക്കറിയത്തില്ല ഗൈസ്. പക്ഷേ ഈ നാട്ടിലെ എല്ലാ കുറുക്കുവഴികളും മനപ്പാടമാണെന്നാണ് അയാൾ സെൽഫായിട്ട് അവകാശപ്പെട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ഷോർട്ട് കട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ടുവന്ന കാഴ്ചയാണ് ഗൈസ് നിങ്ങൾ ഈ കാണുന്നത്. വഴിയിലൊരു മരം വീണിട്ട് റോഡ് കംപ്ലീറ്റ് ബ്ലോക്കായി കിടക്കുക. അങ്ങനെ 2 കിലോമീറ്റർ സേവ് ചെയ്യാൻ വന്ന് നമ്മൾ 4 കിലോമീറ്റർ ചുറ്റിത്തിരിഞ്ഞാണ് അതിരമ്പുഴ പച്ചക്കറി കടയിലെത്തിയത്. പിന്നെ നമ്മൾ ക്യാൻറ്റീനിലേക്ക് വേണ്ട സാധനങ്ങളും കാര്യങ്ങളും എല്ലാം പർച്ചേസ് ചെയ്തു. ഈ പടപണ്ടാരം ചാക്കിലാട്ടോ നമ്മൾ സാധനങ്ങളൊക്കെ മേടിക്കുന്നത്. എന്നിട്ട് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ക്യാൻറ്റീനിലേക്ക് തന്നെ തിരിച്ചു വന്നു. ഒരു 4 കിലോ ചിക്കനും മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് അയാൾ എടുത്തുകൊണ്ട് പോയി ഫ്രീസറിൽ വെച്ചിട്ട് വരാമെന്ന് പറഞ്ഞു പോയി. ഇവിടെ നല്ല മഴയാണ്, തിരിച്ചു പോകാൻ യാതൊരു വകുപ്പുമില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് അണ്ണൻ നല്ലൊരു കട്ടൻ ഇട്ട് തന്നത്. അങ്ങനെ കട്ടനും കുടിച്ച് റാഹത്തായിട്ടിരുന്ന് കുറച്ചു നേരം കഴിഞ്ഞ് ടാറ്റയും പറഞ്ഞ് ഞാനങ്ങ് പോയി.